our military will do its business. They know their business, their work. ഇന്ത്യയുടെ സൈന്യത്തിന് അവരുടെ പണി നല്ല വെടിപ്പായി ചെയ്യാൻ അറിയാം എന്ന ഉറപ്പ് ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ടാണ് ഓപ്പറേഷണൽ ഫ്രീഡം, സമ്പൂർണ്ണമായിട്ടുള്ള ഓപ്പറേഷണൽ ഫ്രീഡം ഇന്ത്യൻ സൈന്യത്തിന് കൊടുത്ത് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഇന്ത്യൻ ഭരണപക്ഷം നിരന്തരം തിരക്കിട്ട കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നതും സമയവും തീയതിയും രീതിയും എങ്ങനെ വേണം എന്നത് നിശ്ചയിക്കാനുള്ള എല്ലാ അവകാശവും സൈന്യത്തിന് കൊടുത്തിരിക്കുന്നതും നിരന്തരം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം എന്താ? പാകിസ്ഥാൻ്റെ നേവൽ ഫോഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുർക്കിയിൽ നിന്നുള്ള ഒരു കപ്പലിനെ അവിടേക്ക് കൊണ്ടുവരികയാണ്. കാരണം ഇന്ത്യയുടെ അതിർത്തിയിൽ ഏറ്റവും ഒടുവിൽ വന്ന വിവരമനുസരിച്ച് നമ്മളുടെ ഇന്ത്യയുടെ വാട്ടർ അതിർത്തിയിൽ നിന്ന്, ഇന്ത്യയുടെ ജല അതിർത്തിയിൽ നിന്ന് 130 കിലോമീറ്റർ അകലേക്ക് മിസൈലുകൾ വളരെ വൃത്തിയായിട്ട് നല്ല വെടിപ്പായിട്ട് അയക്കാൻ കഴിയുന്ന അത്യാധുനികമായ സജ്ജീകരണങ്ങൾ ഇന്ത്യയുടെ വാർഷിപ്പുകളിൽ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ നേരിടാനുള്ള ശക്തി നിലവിൽ പാകിസ്ഥാനില്ല. പാകിസ്ഥാൻ ഭയന്നിരിക്കുന്നതാ. 1971 നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത്, അഥവാ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുമ്പോൾ തിരിച്ചാക്രമിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ 30 മിനിറ്റ് കൊണ്ട് കറാച്ചിയിലോട്ടടുത്ത ഇന്ത്യൻ നാവികസേനയുടെ ഈ പടക്കപ്പലുകളെ നേരിടാൻ കഴിയാതെ സർവാപരാധവും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കാൽക്കൽ വീഴുന്ന പാകിസ്ഥാനെ കണ്ടത്. പാകിസ്ഥാനൊടുവിൽ എന്ത് സംഭവിച്ചു? 2 കഷണമായി, ഒന്ന് ബംഗ്ലാദേശ്, മറ്റൊന്ന് പാകിസ്ഥാൻ. ആ സാഹചര്യത്തിൽ നിൽക്കുന്ന പാകിസ്ഥാനാണ്. 4 ദിവസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനുള്ള ആയുധം പാകിസ്ഥാൻ്റെ കയ്യിലില്ല. പറഞ്ഞത് ഞാനല്ല, ഒരു മാധ്യമവുമല്ല, അത് അവിടുത്തെ കമാൻഡോസിൻ്റെ കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാകരുത് ഇന്ത്യയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കേണ്ടത്. അത് നിങ്ങൾക്ക് സർവകക്ഷി യോഗത്തിൽ പറയാം. ഇനി ഇതിനു ശേഷം വരുന്നുണ്ടല്ലോ പാർലമെന്റ്, ഉന്നയിക്കാം. ആ പാർലമെന്റിൽ ഈ ചോദ്യങ്ങളെല്ലാം അക്കമിട്ടുന്നയിക്കണം. ആ സമയത്ത് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ രാജി നിങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷേ ഈ നിമിഷം നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതിന് ശക്തമായി തിരിച്ചടി കൊടുക്കുകയും ആ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് തീവ്രവാദം എന്നേക്കുമായി അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്.